ഈ സൂര്യയുടെ ഒക്കെ ഒരു കാര്യം. ഇന്ന് കളക്ഷൻ തീരെ കുറവാണല്ലോ. ശരിയാ, ഭയങ്കര ഡൾഡേ, ഒട്ടും കളറുമില്ല. ഓ, എല്ലാ ദിവസവും കളറല്ലേ കാണുന്നത്. ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്. അവന് കളറ് പോലെ പോലും. ആര് പറഞ്ഞു ഇവിടെ കളറൊന്നും ഇല്ലാന്ന്? ഇവിടെ ആവശ്യത്തിന് അധികം കളറുണ്ട്. ഡേയ്, നിങ്ങൾ പെണ്ണുങ്ങളുടെ കളറല്ല, ഞങ്ങൾ ആണുങ്ങൾക്ക്. മനസ്സിലായ? മനസ്സിലായില്ല. മനസ്സിലാവില്ല, പ്രായം കൊണ്ടാ. ശരിയായിക്കോളൂ. പിന്നെ ഡാ ടോണി, നീ ഇന്നത്തെ പേപ്പർ കണ്ടോ? അതിന് സിനിമയൊന്നും മാറിയിട്ടില്ലല്ലോ, പിന്നെന്താ? ആ എന്നാ വേണ്ട. നീ ഇന്നാകെ മൂഡ് ഓഫ് ആണല്ലോ. അവന് കളറ് പോരാന്ന്. ടോണി, എന്താ ഈ പറയുന്നത്? നീ എന്താ ഈ കൊച്ചു പിള്ളേരെ പോലെ? നിനക്ക് കളറ് കുറവാണോ? ചിലപ്പോ എന്റെ അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതൊരു കുറ്റാണോ? നീ ഞങ്ങളുടെ സുന്ദര കുട്ടനല്ലടാ. ഒന്ന് പോടാ അവിടെ നിന്ന്. ആ കളറിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഈ കോഫി ഷോപ്പിൽ വായി നോക്കാൻ നല്ല ഗേൾസിനുള്ള കാര്യമാ പറയുന്നത്. മനസ്സിലായോ മണ്ടൻ? അതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം വ്യസന സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഹായ് ഹായ്. കണ്ട അവന്റെ മുഖത്തെ സന്തോഷം കണ്ട. എന്റെ ഉപദേശം കൊണ്ട് ഒരാളുടെ മൂടെങ്കിലും മാറിയല്ലോ. താങ്ക് യു മൈ ഡിയർ ഗോഡ്. മാറി കടാടം. ഇതാരാ? അയ്യോ, മരുഭൂമിയിലെ മഴയോ? 2, 3, 4. അത് വേണ്ടിയിട്ടില്ല. എക്സ്ക്യൂസ് മീ. ചേട്ടനായിരിക്കും. രാജപദവിയും പന്നിയുടെ കോലോ. നീ പഠിക്കണ്ട സാറാ, നിനക്ക് ഓർഡർ കിട്ടും. എന്റെ പ്രതീക്ഷ തടിയനാ. എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. അന്നത്തെ പോലെ മെനു കാർഡും പൊക്കി പിടിച്ചു വന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ കളിച്ച് ആ തടിയനെ ഓടിച്ചു കോളമാക്കരുത് പ്ലീസ്. നീ പടാ അവിടുന്ന്. ഞാനും ഉണ്ടോ? കൺട്രോൾ. എങ്ങോട്ടേക്കാ തിരക്കിട്ട്? വെറുതെ. നീയോ? ഞാനും വെറുതെ. കളർ എടുക്കുവാനായിരിക്കും അല്ലേ? അയ്യോ, നിങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ കസ്റ്റമേഴ്സിനെ പല രീതിയിൽ ശല്യം ചെയ്യണമെന്ന് പലതവണ സാറ പറഞ്ഞിട്ടും ഞാനൊന്നും പറയാത്തത് പിള്ളേരല്ലെന്ന് കരുതിയിട്ടാ. അത് നിങ്ങൾ എൻ്റെ ദൗർബല്യമായിട്ട് കാണരുത്, മനസ്സിലായോ? അയ്യോ, റോയ്ച്ചന് ദൗർബല്യമുള്ള കാര്യം എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു. സോറി റോയ്ച്ചൻ. എടാ, പെൺകുട്ടികളെ നോക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഈ പ്രായത്തിൽ ആവശ്യമുള്ള തന്നെ. പക്ഷെ അത് അവർക്ക് ശല്യമാവുന്ന രീതിയിലാവൻ. ഇനി വല്ലതും ഉണ്ടായ ഇവിടെ രണ്ടിന് ഈ കോഫി ഷോപ്പിന്റെ പടി ഞാൻ കാണിക്കൂല, മനസ്സിലായോ? എന്നാ പോയിക്കോ. നീ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? എനിക്കിന്നൊക്കെ ഒന്ന് പഠിക്കണ്ടേ? കൊച്ചിയിൽ വന്നിട്ട് അത്യാവശ്യം ഫ്ലേട്ടിംഗ് എന്ന് പറഞ്ഞില്ലേ മോശം. പഠിക്കണമെന്നുള്ളവൻ ഇങ്ങനെ ആശാന്റെ പുറകെ നടന്ന് പണിയും കൊടുത്തോണ്ടിരിക്കുകയല്ല വേണ്ടത്. ആശാൻ പണി ചെയ്യുമ്പോ അങ്ങോട്ട് അങ്ങനെ മാറി നിന്ന് കണ്ടുപഠിക്കണം, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതോ ആ സൈഡിൽ പോയി നിന്നിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കി പഠിക്കും. ആയിക്കോട്ടെ. ശരി, പോ പോ. ശല്യം. എങ്ങനെ നിങ്ങളുടെ ഇടയിലൊന്ന് കേറിപ്പറ്റുക? ഞാൻ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അപ്പോൾ അതിൻ്റെ അറിയാലോ,